LDF അധികാരമേറ്റെടുക്കുമ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണ് കോൺഗ്രസുകാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ നേമത്ത് BJP ജയിച്ചത് UDFന്റെ ഡീല് കാരണമായിരുന്നുവെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. തന്നെ ചെറ്റെ എന്ന് വിളിക്കാൻ പിണറായി വിജയനെ പൊളിറ്റ് ബ്യൂറോ ചുമതലപ്പെടുത്തിയോ എന്ന് സുധാകരൻ ആലപ്പുഴയിൽ ചോദിച്ചു. താനുമായുള്ള 30 കൊല്ലത്തെ ബന്ധത്തിൽ പിണറായിക്ക് ഗുണമുണ്ടായിട്ടുണ്ടെന്നും വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോയിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയുമുള്ള മനുഷ്യനല്ല എന്നും സുധാകരൻ പറഞ്ഞു. അയാൾ പാർട്ടി മെമ്പറാകാൻ പോലും യോഗ്യതയില്ലാത്തയാളാണ്. വിഡ്ഢിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയൂ എന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. നുണയ്ക്കുള്ള നോബൽ സമ്മാനത്തിനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു ദിവസം 8-9 നുണകളാണ് സതീശൻ പറയുന്നതെന്ന് ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. രമേശ് പിഷാരടിക്കെതിരെയുള്ള കോമാളി പ്രയോഗത്തിൽ ഡോക്ടർ TM തോമസ് ഐസക് ഖേദം പ്രകടിപ്പിച്ചു. തന്റെ പരാമർശം പിഷാരടിയെ വേദനിപ്പിച്ചതിൽ ഖേദിക്കുന്നു എന്നാണ് ഐസക്കിന്റെ വിശദീകരണം. തോമസ് ഐസക് മാപ്പു പറയേണ്ടതില്ലെന്ന് രമേശ് പിഷാരടി പാലക്കാട് മറുപടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിലും മന്ത്രി GR അനിൽ തിരുവനന്തപുരത്തും ജോസ് കെ മാണി പാലയിലും V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും ഉൾപ്പെടെ പ്രമുഖർ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പത്മജയ്ക്കൊപ്പം തൃശൂരിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിനു മുമ്പായി പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടിയും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുത്തതോടെ അൾട്രാവയലറ്റ് വികിരണത്തോത് ആശങ്കാജനകമായി ഉയർന്നു. 8 കേന്ദ്രങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയ ബസ് ചന്നപ്പട്ടണത്ത് പുട്ടപ്പനത്തൊടിയിലെ റെയിലിംഗിൽ ഇടിച്ചു കയറി 4 പേർ മരിച്ചു. PK ട്രാവൽസിന്റെ സ്ലീപ്പർ ബസ്സാണ് ഇന്ന് വെളുപ്പിനെ അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി ഫോണിൽ സൂക്ഷിച്ചെന്ന പരാതിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കുന്നംകുളത്തടാട്ട് ചിറ്റിലപ്പിള്ളി സജു വർഗീസിനെ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസിൽ ഉൾപ്പെടുത്തി. കുംഭമേള താരം മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്നും മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2025 ജനുവരി 21 16ാം പിറന്നാൾ മൊണാലിസ ആഘോഷിച്ചുവെന്ന വിവരം വിശ്വഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ DGPയെ പരാതിയായി അറിയിച്ചു. കടയ്ക്കൽ ഗവൺമെന്റ് VHSS 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ചാറയം നെല്ലിക്കാട്ടിൽ വീട്ടിൽ 14-കാരി ഫാത്തിമ മുബാറിഷ കുഴഞ്ഞു വീണ് മരിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം പഠിക്കാനായി മുറിയിലെത്തിയ കുട്ടിയെയാണ് കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 48 മണിക്കൂറിനകം ഹോർമുസ് തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ ഊർജ പ്ലാന്റുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു. അങ്ങനെ ശ്രമിച്ചാൽ US-നുള്ള ഊർജം, കുടിവെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളെയും തകർക്കുമെന്ന് ഇറാനും തിരിച്ചടിച്ചു. ഇതേ സമയം ട്രംപിന്റെ മോശം ആരോഗ്യനിലയെപ്പറ്റി വാർത്തകൾ പ്രചരിക്കുന്നു.